ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. മാസം 80,000 രൂപയ്ക്ക് മുകളിൽ കമ്മീഷൻ അടിസ്ഥാനത്തിൽ വരുമാനം നേടാൻ അവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നമസ്കാരം. പ്രധാന വാർത്തകൾ. മുണ്ടൂരിൽ വീണ്ടും കാട്ടാന ആക്രമണം. പുലർച്ചെ വീടിന് പുറത്തിറങ്ങിയ ഗൃഹനാഥൻ കാട്ടാനയുടെ ചവിട്ടേറ്റു മരിച്ചു. കഴിഞ്ഞ 2 മാസത്തിനിടെ പ്രദേശത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 2 പേർ. ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ. സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടർക്കും MLAയ്ക്കും നേരെ നാട്ടുകാരുടെ രോഷപ്രകടനം. കൊലയാളി ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാൻ കുങ്കിയാനയെ എത്തിച്ച് വനം വകുപ്പ്. ഉള്ളൂർക്കര വാഴക്കോട് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാഴക്കൊമ്പൻ. ജനവാസ കേന്ദ്രത്തിലെത്തിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. CPM-ലും LDF-ലും ഏകോപനമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. MV ഗോവിന്ദനും ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയും തോന്നിയത് വിളിച്ചു പറയുന്നു. CPM RSS ബന്ധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമെന്നും VD സതീശൻ. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ ഏകദിന ഉപവാസം. മദ്യമൊഴുക്കി പണമുണ്ടാക്കാനുള്ള ജനദ്രോഹ നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് ഉപവാസവേദി. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മദ്യവിരുദ്ധ ജനകീയ മുന്നണി ചെയർമാൻ ബിഷപ്പ് ജോഷുവ ഇഗ്നാത്യോസ്. ഇസ്രയേലിന്റെ യുദ്ധവെറി ആരോപിച്ച് ഷൊർണൂരിൽ വ്യത്യസ്ത സംഘടനകളുടെ പ്രതിഷേധം. CPM നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ പൊതുയോഗം. ഇസ്രയേൽ തെമ്മാടി രാഷ്ട്രമെന്നാരോപിച്ച് SDPI. TN പണിക്കരുടെ സ്മരണയിൽ വായനാ ദിനം. വായനശാലകളിലും വിദ്യാലയങ്ങളിലും പ്രത്യേക പരിപാടികൾ. വിദ്യാഭ്യാസ വകുപ്പിന്റെ വായനാ വാരാചരണത്തിന് തുടക്കം. വാർത്തകൾ വിശദമായി. മുണ്ടൂരിൽ പുലർച്ചെ വീടിന് പുറത്തിറങ്ങിയ ഗൃഹനാഥൻ കാട്ടാനയുടെ ചവിട്ടേറ്റു മരിച്ചു. മുണ്ടൂർ ഞാറക്കോട് 61 വയസ്സുള്ള കുമാരനാണ് മരിച്ചത്. 2 മാസത്തിനിടെ മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ 2ാമത്തെ മരണമാണിത്. കാട്ടാന ഇപ്പോഴും ജനവാസ മേഖലയിലുണ്ട്. പുലർച്ചെ 3 മണിക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ വീടിന് പുറത്തിറങ്ങിയ കൂലിപ്പണിക്കാരനായ മുണ്ടൂർ ഞാറക്കോട് കുമാരൻ കൊല്ലപ്പെട്ടത്. 2 മാസത്തിനിടെ മുണ്ടൂർ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നടക്കുന്ന 2ാമത്തെ മരണമാണിത്. ഏപ്രിലിൽ മാതാവിനോടൊപ്പം വീട്ടിലേക്ക് പോവുകയായിരുന്ന അലൻ എന്ന യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. പുലർച്ചെ വീടിന് പുറത്തേക്കിറങ്ങിയപ്പോൾ മുറ്റത്ത് വെച്ചാണ് കുമാരനെ ആന ആക്രമിച്ചത്. അവിടെ വെച്ച് തന്നെ മരിച്ചു. ഇന്നലെ മുതൽ ആന പ്രദേശത്ത് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ഏറെ പണിപ്പെട്ടാണ് RRT സംഘം കാട്ടാനയെ കാട്ടിലേക്ക് കയറ്റിയത്. വനം വകുപ്പിൻ്റെ അനാസ്ഥയാണ് മുണ്ടൂരിൽ കാട്ടാന ശല്യം അവസാനിക്കാത്തതിന് കാരണമെന്ന് ആരോപിച്ച് നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. ഈ ആനയെ ഇന്നെ കുങ്കിയാനയെ ഏർപ്പാട് ചെയ്യാനുള്ള പ്രവർത്തനം. കാട്ടാന ആക്രമണത്തെ തുടർന്ന് ജില്ലാ കലക്ടർ കൊല്ലപ്പെട്ട കുമാരന്റെ വീട് സന്ദർശിച്ചു. നേരത്തെ കലക്ടർ സ്ഥലത്തെത്തിയതിനു ശേഷമേ കുമാരന്റെ മൃതദേഹം സംഭവസ്ഥലത്ത് നിന്ന് മാറ്റുകയുള്ളൂ എന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. അതേസമയം കാട്ടാന ഇപ്പോഴും ജനവാസ മേഖലയിൽ കറങ്ങി നടക്കുന്നത് പ്രദേശവാസികളിൽ വലിയ രീതിയിലുള്ള ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുണ്ടൂരിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് ഗൃഹനാഥൻ മരിച്ച സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടർക്കും MLAയ്ക്കുമെതിരെ നാട്ടുകാരുടെ രോഷപ്രകടനം. മുണ്ടൂരിലെ ദുരന്ത സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടർ G പ്രിയങ്കയ്ക്കും മലമ്പുഴ MLA A പ്രഭാകരനും നേരെയാണ് നാട്ടുകാർ തട്ടിക്കയറിയത്. മുണ്ടൂരിൽ ആനശല്യം വ്യാപകമാകുമ്പോഴും ഇത് തടയാൻ അധികൃതർ ഒന്നും ചെയ്യുന്നില്ലെന്നായിരുന്നു നാട്ടുകാരുടെ പരാതി. വിഷയം ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും കാട്ടാനകളെ തുരത്താൻ അടിയന്തര നടപടിയുണ്ടാകുമെന്നും കളക്ടർ പ്രിയങ്ക ഉറപ്പു നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലപ്പെട്ട കുമാരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി.
പുലർച്ചെ 3:30യോടെയാണ് മുണ്ടൂർ ഞാറക്കോട് കുമാരൻ സ്വന്തം വീട്ടുമുറ്റത്ത് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചത്. 2 മാസത്തിനിടെ മുണ്ടൂർ മേഖലയിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് 2 പേർ മരിച്ചു. കുമാരന്റെ മരണത്തിൽ രോഷാകുലരായ നാട്ടുകാർ മൃതദേഹം നീക്കം ചെയ്യാനാവില്ലെന്ന നിലപാടിലായിരുന്നു. ഇതേ തുടർന്നാണ് ജില്ലാ കളക്ടറും മലമ്പുഴ MLA പ്രഭാകരനും സ്ഥലത്തെത്തിയത്. കളക്ടർക്കും MLAക്കുമെതിരെ വലിയ രീതിയിലുള്ള രോഷപ്രകടനമാണ് ആദ്യം നാട്ടുകാർ നടത്തിയത്. നടപടി സംബന്ധിച്ച കളക്ടറുടെ ഉറപ്പിന്മേൽ ജനങ്ങൾ അല്പം ശാന്തരായതോടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുണ്ടൂരിലെ കൊലയാളി ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടുന്നതിനായി കുങ്കിയാനയെ എത്തിച്ച് വനംവകുപ്പ്. ധോണിയിൽ നിന്നാണ് അഗസ്റ്റിൻ എന്ന കുങ്കിയാനയെ മുണ്ടൂരിലെത്തിച്ചത്. അതേസമയം കാട്ടിലേക്ക് കയറ്റിവിട്ടാലും ആന വീണ്ടും നാട്ടിലെത്തുമെന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട്. ഏറെക്കാലമായി പ്രദേശവാസികൾക്കും വിളകൾക്കും ഭീഷണിയായി മാറുകയും 2 പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത കൊലയാളി ആനയെ നാടുകടത്തണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഈ ആവശ്യം നിലനിൽക്കെയാണ് ഉൾക്കാട്ടിലേക്ക് തന്നെ ആനയെ കയറ്റിവിടാൻ വനം വകുപ്പ് ശ്രമം ആരംഭിച്ചത്. കൊലയാളി ആനയെ നാടുകടത്തണമെന്ന ആവശ്യം മാസങ്ങളായി മുണ്ടൂർ നിവാസികൾ ഉന്നയിക്കുന്നുണ്ട്. ഞാറക്കോട് സ്വദേശി കുമാരൻ ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ ആനയുടെ ചവിട്ടേറ്റ് അലൻ എന്ന ചെറുപ്പക്കാരനും കൊല്ലപ്പെട്ടു. ഇതിനുശേഷമാണ് കൊലയാളി ആനയെ നാടുകടത്തണമെന്ന ആവശ്യം പ്രദേശവാസികൾ ശക്തമാക്കിയത്. വനം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടി സ്വീകരിക്കുമെന്ന് പ്രഭാകരൻ MLA ഉറപ്പു നൽകിയെങ്കിലും പാലിക്കപ്പെട്ടില്ല. ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും നൽകിയ ഉറപ്പ് നടപ്പാവാത്തതിൽ പ്രതിഷേധിച്ച് മുണ്ടൂരിലെത്തിയ MLA പ്രഭാകരനോടും ജില്ലാ കളക്ടർ G പ്രിയങ്കയോടും ജനങ്ങൾ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഏറെക്കാലമായി RRT സംഘം മുണ്ടൂരിൽ മുഴുവൻ സമയവും തമ്പടിച്ച് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് ആനയുടെ ചവിട്ടേറ്റ് കുമാരൻ ദാരുണമായി കൊല്ലപ്പെട്ടത്. ധോണിയിൽ നിന്നെത്തിയ അഗസ്റ്റിൻ എന്ന കുങ്കിയാനയെ ഉപയോഗിച്ചാണ് കൊലയാളി ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റുന്ന നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഉൾക്കാട്ടിലേക്ക് കയറ്റുന്നത് ശാശ്വത പരിഹാരമല്ലെന്നും ആനയെ നാടുകടത്തുന്നതാണ് സുരക്ഷിതമെന്നുമാണ് നാട്ടുകാരുടെ പക്ഷം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാഴക്കൊമ്പൻ വീണ്ടും മുള്ളൂർക്കര വാഴക്കോട് ജനവാസ മേഖലയിൽ. ഇടവേളയ്ക്കു ശേഷം പ്രദേശത്തെത്തിയ വാഴക്കൊമ്പൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ആന വീടിന് മുന്നിലൂടെ പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വാഴക്കോട് ഭാഗത്ത് വീട്ടുവളപ്പുകളിലെ വാഴയും തെങ്ങും പ്ലാവും ഉൾപ്പെടെ കാട്ടാന നശിപ്പിച്ചു. ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും വാഴക്കൊമ്പൻ ജനവാസ മേഖലയിൽ എത്തിയത്. വാഴാനി മേഖലയിൽ നിന്ന് വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാത മുറിച്ചുകിടന്നാണ് ആന ജനവാസ മേഖലയിൽ എത്തിയത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആന വീണ്ടും ജനവാസ മേഖലയിലെത്തിയതോടെ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ്. മേഖലയിൽ RRT സംഘത്തെ നിയോഗിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. CPM-ലും LDF-ലും ഏകോപനമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗോവിന്ദനും ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയും ഓരോരോ കാര്യങ്ങൾ പറയുന്നു. CPM-RSS ബന്ധം ഉണ്ടായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും VD സതീശൻ പറയുന്നു. CPM-ഉം RSS-ഉം രാജീവ് ഗാന്ധിക്കെതിരെ 89-ൽ ഒരുമിച്ച് പ്രചരണം നടത്തിയിട്ടുണ്ട്. BJP-യെ ഭരണകക്ഷിയാക്കാൻ കൂട്ടുനിന്നത് CPM-ആണ്. CPM-BJP നേതാക്കൾ ഒരുമിച്ച് ബിസിനസ് നടത്തുന്നു. നിതിൻ ഗഡ്കരിയെ സമ്മാനപ്പെട്ടിയും പൊന്നാടയും കൊണ്ടാണ് മുഖ്യമന്ത്രി കണ്ടത്. ഹിന്ദുവിൽ ഇന്റർവ്യൂ കൊടുത്ത് മലപ്പുറം പരാമർശം നടത്തിയത് യജമാനന്മാരെ സന്തോഷിപ്പിക്കാനാണെന്നും VD സതീശൻ പറഞ്ഞു. നിലമ്പൂരുണ്ടായത് അത് സ്വാഭാവികമായും പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് CPM-ലും LDF-ലും യാതൊരു തരത്തിലുള്ള ഏകോപനവും ഇല്ല. പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ അവർ പറയുകയാണ്. CPM ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ ഒന്ന് പറഞ്ഞു, CPI ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം വേറെന്ന് പറഞ്ഞു. ഇത് രണ്ടും അല്ലാത്ത വേറൊരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാം. മുഖ്യമന്ത്രി ഇന്നലെ എഴുതി വായിച്ച എന്താണെന്ന് അദ്ദേഹത്തിനും മനസ്സിലായില്ല, ഞങ്ങൾക്കും മനസ്സിലായില്ല, നാട്ടുകാർക്കും മനസ്സിലായില്ല. എന്താ പറഞ്ഞതെന്ന് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി അത് നിഷേധിക്കുകയാണ്. 75-ൽ അടിയന്തരാവസ്ഥ കാലത്തും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും CPM-RSS ബന്ധമുണ്ടായിരുന്നു. 67-ൽ ബന്ധമുണ്ടായിരുന്നു. 89-ൽ ബന്ധമുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഫോട്ടോ ഹാജരാക്കിയല്ലോ. ഒരു ബന്ധമില്ലെങ്കിൽ EMS-ഉം ജ്യോതി ബസും LK അദ്വാനിയും വാജ്പേയിയും 89-ൽ എങ്ങനെയാണ് ഒരുമിച്ച് പ്രചരണം നടത്തി രാജീവ് ഗാന്ധിക്കെതിരായിട്ട്? അതെങ്ങനെ 89-ൽ ജനതാ പാർട്ടി അല്ലല്ലോ. 80-ൽ BJP ഉണ്ടായി. 89-ൽ BJP ആണ്. BJP
84-ൽ 2 സീറ്റും മാത്രം കിട്ടിയ BJPയെ വളർത്തി ഇന്ത്യയിലെ ഭരണകക്ഷിയാക്കാൻ ഇടതുപക്ഷം കൂട്ടുനിന്നിട്ടുണ്ട്. ആ യാത്രയിൽ അത് വളരെ കൃത്യമാണ്. നിതിൻ ഗഡ്കരിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം എന്താ? ഈ ഹൈവേ മുഴുവൻ പൊളിഞ്ഞ് തകർന്ന് പണ്ടരടങ്ങിയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു കേസുമില്ല എന്ന് പറഞ്ഞിട്ട് സമ്മാനപ്പെട്ടിയും പൊന്നാടയുമായിട്ടാണ് നിതിൻ ഗഡ്കരിയെ കാണാൻ പോയത്. ആണോ? എന്താ കാര്യം? എന്തിനാണ് സമ്മാനപ്പെട്ടി കൊടുക്കുന്നത് നിതിൻ ഗഡ്കരിക്ക്? ഹൈവേ തകർന്നേനോ? സമ്മാനപ്പെട്ടിയും പൊന്നാടയും അത് ഇവരൊക്കെ തമ്മിൽ ബന്ധമാണ്. നാട്ടിൽ സർക്കാരില്ലാത്ത അവസ്ഥയാണ്. മലയോര ജനതയെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണെന്നും മുണ്ടൂരിലെ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടിയായി VD സതീശൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മദ്യമൊഴുക്കി പണമുണ്ടാക്കാനുള്ള ജനദ്രോഹ നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് ഏലപ്പള്ളിയിൽ നടന്ന സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ ഉപവാസവേദി ആവശ്യപ്പെട്ടു. ഏലപ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഏകദിന മദ്യവിരുദ്ധ ജനകീയ മുന്നണി ചെയർമാൻ ബിഷപ്പ് ജോഷുവ ഇഗ്നാത്യോസ് ഉദ്ഘാടനം ചെയ്തു. മദ്യഷാപ്പുകൾ സ്ഥാപിക്കുന്നതിന് തീരുമാനമെടുക്കാനുള്ള പഞ്ചായത്തുകളുടെ അധികാരം ഉടനടി തിരിച്ചു നൽകണമെന്ന് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത ബിഷപ്പ് ജോഷുവ ഇഗ്നാത്യോസ് ആവശ്യപ്പെട്ടു. ഏലപ്പള്ളി പഞ്ചായത്തിലെ ജനങ്ങളുടെ കുടിവെള്ളം ഊറ്റിയെടുത്ത് മദ്യമുണ്ടാക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിൽ നിന്നും ഡോക്ടർ PV രാജഗോപാൽ, T ബാലകൃഷ്ണൻ, ഡോക്ടർ K രാധാകൃഷ്ണൻ നായർ, KV സുഗതൻ, ഡോക്ടർ ജോസ് മാത്യു, TM വർഗീസ്, അഡ്വക്കേറ്റ് PA പൗരൻ, S ഉദയകുമാർ, ഖദീജ വർഗീസ്, PV യൂസഫ് അലി, അഡ്വക്കേറ്റ് ജോൺ ജോസഫ്, ഡോക്ടർ ഫിറോസ് ഖാൻ, മദ്യനിരോധന പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് ഈയച്ചേരി കുഞ്ഞികൃഷ്ണൻ, അഡ്വക്കേറ്റ് സുജാത വർമ്മ, സാജൻ ഈയച്ചേരി, പത്മിനി, വിളയോടി വേണുഗോപാൽ, ശ്രീനിവാസൻ പുതുശ്ശേരി, ഫാദർ ടോം കിഴക്കേടത്ത് എന്നിവർ സംസാരിച്ചു. തമിഴ്നാട് മധുര ഗാന്ധി മ്യൂസിയം ഡയറക്ടർ ഡോക്ടർ നന്ദറാവു വേദരണയം, ഉപ്പു സത്യാഗ്രഹ സ്മാരക വിദ്യാലയം ട്രസ്റ്റി M ദേവരത്നം തുടങ്ങിയവർ സമരത്തിന് ആശംസകൾ അർപ്പിച്ചു. അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് സമാപന സന്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. PN പണിക്കരുടെ സ്മരണയിൽ വായനാ ദിനാചരണം. വിവിധ കേന്ദ്രങ്ങളിൽ വായനാ ദിനാചരണ പരിപാടികൾ നടന്നു. ഒറ്റപ്പാലം റഫറൻസ് ലൈബ്രറി ആൻഡ് ജനകീയ വായനശാലയിൽ വായനാ പക്ഷാചരണം തുടങ്ങി. ലൈബ്രറി പ്രസിഡന്റ് E രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PN പണിക്കരുടെ ചരമദിനം ജൂലൈ 7 ഐതിഹാസിക ചരമദിനം ഈ ദിവസത്തിൽ വിവിധ എഴുത്തുകാരുടെയും മഹാന്മാരായ വ്യക്തികളുടെയും ഓർമ്മദിനങ്ങൾ ഈ ദിവസങ്ങളിൽ ആചരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പാലം ലൈബ്രറിയിൽ 119 വർഷം പഴക്കമുള്ള ഒരു ചരിത്ര സ്മാരകമുണ്ട്. ചടങ്ങിൽ സെക്രട്ടറി IM സതീശൻ അധ്യക്ഷത വഹിച്ചു. അശ്വതി ടീച്ചർ ആശംസാ പ്രസംഗം നടത്തി. അനശ്വര, അഫ്സ എന്നിവർ കവിതകൾ ആലപിച്ചു. P പരമേശ്വരൻ സ്വാഗതവും KM ഉണ്ണി നന്ദിയും പറഞ്ഞു. ജൂലൈ 7 IV ദാസ് ദിനം വരെ ലൈബ്രറിയിൽ മഹാന്മാരായ സാഹിത്യ സാംസ്കാരിക നായകരുടെ ഓർമ്മ ദിനാചരണം, പുസ്തക ചർച്ച, അനുമോദന സദസ്സ്, മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങിയ പരിപാടികൾ നടത്തുന്നുണ്ട്. ഈ വർഷം ലൈബ്രറിയിൽ പുതുതായി വാങ്ങിയ 600ഓളം പുസ്തകങ്ങളുടെ പ്രദർശനവുമുണ്ടായി. സമീപത്തെ സ്കൂളുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമായി നിരവധി പേർ പുസ്തക പ്രദർശനം കാണാനെത്തി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറിയുടെ വായനാ ദിനാഘോഷം ജില്ലാ കളക്ടർ പ്രിയങ്ക ജി IAS ഉദ്ഘാടനം ചെയ്തു. കഥ, കവിത, അവതരണം, ചർച്ച തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ലൈബ്രറി സെക്രട്ടറി TR അജയൻ അധ്യക്ഷത വഹിച്ചു. OV വിജയന്റെ കടൽ തീരത്ത് എന്ന പ്രശസ്ത കഥയുടെ വായനയോടെയാണ് വായനാ ദിനാചരണം ആരംഭിച്ചത്. എഴുത്തുകാരനും ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പൽ വൈസ് ചെയർമാനുമായ M. ശിവകുമാർ കടൽ തീരത്ത് ചൊൽക്കാഴ്ചയായി വായിച്ച് സദസ്സിനെയാകെ കഥയിലെ വെള്ളായിയപ്പൻ്റെ ദുഃഖത്തോട് ചേർത്ത് നിർത്തി. ഡോക്ടർ PR ജയശീലൻ പ്രഭാഷണം നടത്തി. മാനവികത നിറയ്ക്കാൻ വായനയ്ക്ക് കഴിയുമെന്നും ചാണകം ചുമക്കുന്ന മനുഷ്യരായി നമ്മൾ മാറരുതെന്നും അദ്ദേഹം പറഞ്ഞു. ജ്യോതിബായ് പരിയാടത്ത്, R. ശാന്തകുമാരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വായനയുടെ സമകാലിക പ്രാധാന്യം സംബന്ധിച്ച് ചർച്ചയുമുണ്ടായി. KR ഇന്ദു കവിത ചൊല്ലി. പ്രൊഫസർ K. മോഹൻദാസ് സ്വാഗതവും മുരളി S. കുമാർ നന്ദിയും പറഞ്ഞു. പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിലെ 60 കുട്ടികൾ വായനാ ദിനത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറി സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CPM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി യുദ്ധവിരുദ്ധ പൊതുയോഗം നടത്തി. ഏരിയ കമ്മിറ്റി അംഗം MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. അമേരിക്കൻ പിന്തുണയോടെയാണ് ഇസ്രായേൽ ഇറാനിൽ കടന്നാക്രമണം നടത്തുന്നതെന്നാരോപിച്ചാണ് ഷൊർണൂർ ടൗണിൽ CPM ലോക്കൽ കമ്മിറ്റി യുദ്ധവിരുദ്ധ പൊതുയോഗം നടത്തിയത്. ഇസ്രായേലിന്റെ യുദ്ധവേറിക്കെതിരെ ടൗണിൽ പ്രവർത്തകർ പ്രകടനം നടത്തി. പ്രകടനത്തിന് ശേഷം നടന്ന യുദ്ധവിരുദ്ധ പൊതുയോഗം CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗവും ഷൊർണൂർ നഗരസഭാ ചെയർമാനുമായ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇസ്രായേലിന്റെ യുദ്ധം നടത്താനുള്ള ആഹ്വാനം ഇസ്രായേൽ ആദ്യം പാലസ്തീനെ ആക്രമിച്ചു. വർഷങ്ങളായി പാലസ്തീന് നേരെ വലിയ തോതിലുള്ള കടന്നാക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത ദിവസമാണ് ഇറാനുമായി, പലസ്തീനെ പോലെ തന്നെ ഇറാനുമായി അതിരൂക്ഷമായ നിലയിലാണ് ബോംബിങ്ങും അതുപോലെ ഷെല്ലിങ്ങും എല്ലാം നടത്തി കീഴ്പ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് ലോകത്ത് ഇങ്ങനെ യുദ്ധത്തിന് വേണ്ടിയുള്ള വെറിപൂണ്ട യുദ്ധക്കൊതിയന്മാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന നിലയിൽ ലോകത്തിൻ്റെ സമാധാന ജീവിതം തകർക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഇസ്രായേലിനെതിരായിട്ടുള്ള പ്രതിഷേധം. CPM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, LC അംഗങ്ങളായ M. നാരായണൻ, T. മുരളീധരൻ, രാജേഷ് പട്ടത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇസ്രായേലിന്റെ യുദ്ധവെറിക്കെതിരെ ഷൊർണൂർ ടൗണിൽ SDPI പ്രതിഷേധം. മുനിസിപ്പൽ പ്രസിഡന്റ് മുസ്തഫ ഷൊർണൂർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തെമ്മാടി രാഷ്ട്രം ഇസ്രായേലിന്റെ യുദ്ധവെറിക്കെതിരെ എന്ന തലക്കെട്ടിലാണ് SDPI ഷൊർണൂർ ടൗണിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. SDPI ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി മുനിസിപ്പൽ പ്രസിഡന്റ് മുസ്തഫ ഷൊർണൂർ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ സെക്രട്ടറി ഷക്കീർ കല്ലിങ്ങൽ, മുനിസിപ്പൽ ജോയിന്റ് സെക്രട്ടറി യാസിർ മാട്ടുമൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ തരംഗം പദ്ധതിയുടെ ഭാഗമായി NSS വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തികൾ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ ഉദ്ഘാടനം ചെയ്തു. ആശ, ആരോഗ്യ സേന വളണ്ടിയർമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ജനപ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് സമ്പൂർണ്ണ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ. ഗ്രാമപഞ്ചായത്തിലെ 7-8 വാർഡുകളിലായി മുഴുവൻ വീടുകളും സന്ദർശിച്ചു. ഉറവിട നശീകരണം, ക്ലോറിനേഷൻ, ഫീവർ സർവെയിലൻസ്, നോട്ടീസ് വിതരണം, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നിവയും നടന്നു. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ ഷാഹിദ, ജനപ്രതിനിധിയായ അഡ്വക്കേറ്റ് ബാലസുബ്രഹ്മണ്യൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലത, സെക്രട്ടറി രജനി, ജൂനിയർ ഇൻസ്പെക്ടർമാരായ സ്മിത്ത്, രമ്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ AK സുരേഷ് ഫീൽഡ് പ്രവർത്തനം നടത്തുന്നതിന് ആവശ്യമായ ട്രെയിനിംഗ് നൽകി. വരും ദിവസങ്ങളിൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുമെന്നും നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ ഉണ്ടായിരിക്കുമെന്നും LPHO അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാളയാറിൽ വീണ്ടും കുഴൽപ്പണവേട്ട. 60 ലക്ഷം രൂപയുമായി മഹാരാഷ്ട്ര സ്വദേശി ഉൾപ്പെടെ 2 പേരെ എക്സൈസ് ചെക്ക് പോസ്റ്റ് ടീമിൻ്റെ
പരിശോധനയിൽ പിടികൂടി. മഴക്കോട്ടിനുള്ളിലും സ്കൂട്ടറിന്റെ പിൻസീറ്റിനടിയിലുമായി ഒളിപ്പിച്ചു കിടത്തിയ 60 ലക്ഷം രൂപയുമായാണ് മഹാരാഷ്ട്ര സ്വദേശി ഉൾപ്പെടെ 2 പേർ എക്സൈസിന്റെ പിടിയിലായത്. പൊൽപ്പുള്ളി നെല്ലുകുറ്റിപ്പാറയിൽ രതീഷ്, മഹാരാഷ്ട്ര സാൻഖലി ജില്ലയിൽ കുർളി സുനിൽ, ശിവജി ഗെയ്ക്വാദ് എന്നിവരെയാണ് എക്സൈസ് പിടികൂടിയത്. ചെക്ക് പോസ്റ്റ് ടീമിന്റെ വാഹന പരിശോധനയിലാണ് രേഖകളില്ലാതെ കടത്തിയ പണം പിടിച്ചെടുത്തത്. ഇവർ കോയമ്പത്തൂരിലെ സ്വർണ്ണാഭരണ നിർമ്മാണ തൊഴിലാളികളാണെന്ന് മൊഴി നൽകിയെങ്കിലും പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് വ്യക്തതയില്ലെന്ന് എക്സൈസ് പറഞ്ഞു. പട്ടാമ്പിയിലും എടപ്പാളിലും എത്തിയ ശേഷം പണം കൈമാറാനാണ് ഇവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇരുവരും പണം കൊണ്ടുവരുന്ന കരിയർമാരാണെന്ന് എക്സൈസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ ധരിച്ച കോട്ടിനുള്ളിൽ പ്രത്യേക അറയുണ്ടാക്കിയാണ് പണം സൂക്ഷിച്ചിരുന്നത്. മഴക്കോട്ടാണെന്നാണ് ആദ്യം എക്സൈസ് ധരിച്ചിരുന്നതെങ്കിലും ഇതിനുള്ളിലെ രഹസ്യ അറ പരിശോധിച്ചപ്പോഴാണ് പണം കണ്ടെത്തിയത്. പ്രതികളെയും പിടികൂടിയ തുകയും തുടരന്വേഷണത്തിനായി പാലക്കാട് ഇൻകം ടാക്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ബി സുബ്രഹ്മണ്യനെ കൈമാറി. ചെക്ക് പോസ്റ്റ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KX ബാസ്റ്റിൻ, പ്രിവൻറ്റീവ് ഓഫീസർ KV ദിനേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ P അലി അസ്ഗർ, P ശരവണൻ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന സർക്കാർ വിദ്യാലയങ്ങളിൽ ഏർപ്പെടുത്തിയ പുതിയ ഭക്ഷണ മെനുവിനെ പരിഹസിച്ചുകൊണ്ടുള്ള അധ്യാപകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ SFI. ചുനങ്ങാട് AVM ഹൈസ്കൂൾ അധ്യാപകൻ പ്രബിനെതിരെയാണ് SFI ഏരിയ കമ്മിറ്റി സ്കൂൾ അധികൃതർക്ക് പരാതി നൽകിയത്. പ്രബിൻ ഒറ്റപ്പാലം എന്ന പേരിലുള്ള FB അക്കൗണ്ടിൽ ഇനി സ്കൂളിൽ ഒരു കുട്ടിയും അവധിയാവില്ല എന്ന് തുടങ്ങുന്ന പോസ്റ്റാണ് വിവാദമായത്. എപ്പോഴും തീറ്റ മത്സരം തന്നെ. അഡ്മിഷൻ സമയത്ത് മെനു കാണിച്ച് ഫുഡ് ഉറപ്പിച്ച് അഡ്മിഷൻ ഉറപ്പിക്കാൻ അധ്യാപകർക്ക് സുവർണാവസരം. അധ്യാപകർ ഇനി LPST, UPST, HST എന്നീ തസ്തിക പേര് മാറി KLP സപ്ലയർ, KUP സപ്ലയർ, KHS സപ്ലയർ എന്നും ഹെഡ് മാസ്റ്റർ, ഹെഡ് കാഷ്യർ എന്നും പേര് മാറ്റിയാൽ പൊളിക്കും. ഇങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താണ് SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ പരാതിയുമായി രംഗത്ത് വന്നത്. അധ്യാപകൻ വിദ്യാർത്ഥികളെ അവഹേളിച്ചു എന്നാണ് SFIയുടെ ആരോപണം. അധ്യാപകനെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി SFI ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി സ്കൂൾ അധികൃതർക്ക് പരാതി നൽകി. വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകാനാണ് തീരുമാനമെന്ന് SFI നേതാക്കൾ അറിയിച്ചു. കോൺഗ്രസ് അധ്യാപക സംഘടനാ പ്രവർത്തകനാണ് പ്രബിനെന്നും SFI നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിദ്യാലയങ്ങളിൽ ഏർപ്പെടുത്തുന്ന ഭക്ഷണ മെനുവിനെ പരിഹസിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട അധ്യാപകനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട ചുനങ്ങാട് AVM സ്കൂളിൽ SFI പ്രതിഷേധം. ഉച്ചയ്ക്ക് വിദ്യാലയത്തിൽ SFI പ്രതിഷേധ മാർച്ച് നടത്തി. ഉച്ചഭക്ഷണ മെനുവിനെ പരിഹസിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ചുനങ്ങാട് AVM ഹൈസ്കൂൾ അധ്യാപകനായ പ്രബിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് SFI പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകാനാണ് SFI നേതാക്കളുടെ നീക്കം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് SFI നേതാക്കൾ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് S സച്ചിൻ കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് TM ദുർഗാദാസ്, ജില്ലാ കമ്മിറ്റി അംഗം ES അനഘ, ഏരിയ വൈസ് പ്രസിഡന്റ് മിഥുൻ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. കുറച്ച് കാലയളവായി ഈ സ്കൂളിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ, അക്കാഡമിക് നിലവാരത്തെ ഏതൊക്കെ വിധത്തിലേക്ക് പുറകോട്ടടിക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുമോ ആ വിധത്തിലേക്കെല്ലാം ഈ സ്കൂളിനെ വല്ലാത്ത നിലയിലേക്ക് താറടിച്ച് കാണിക്കുന്ന വിധത്തിലേക്കുള്ള ഒരു സമീപനമാണ് ഈ കാലയളവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സ്റ്റേറ്റ്മെന്റുകളെല്ലാം ഈ പൊതുസമൂഹം കണ്ടത്. നമുക്കറിയാം, നാം എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന പൊതുവിദ്യാഭ്യാസ മേഖല ഏത് വിധത്തിലേക്കാണ് ഉയർന്ന നിലവാരത്തോടുകൂടെ തലയെടുപ്പോടുകൂടെ ഈ രാജ്യത്തിന് തന്നെ മാതൃകയായി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല നിൽക്കുന്നത് എന്നുള്ള സാഹചര്യം നമ്മുടെ മുമ്പിൽ മാതൃകയായി നിൽക്കുകയാണ്. കഴിഞ്ഞ 9 വർഷക്കാലം അടച്ചുപൂട്ടിയ സ്കൂൾ ഉൾപ്പെടെ തുറന്ന് പ്രവർത്തിക്കുന്ന മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് കഴിഞ്ഞ 9 വർഷക്കാലം ഈ പൊതുവിദ്യാഭ്യാസ മേഖല വല്ലാത്ത നിലയിലേക്ക് രാജ്യത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. മാർച്ചിനെ തുടർന്ന് നേതാക്കൾ പ്രധാന അധ്യാപകരുമായി ചർച്ച നടത്തി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് വിഷയത്തിൽ സ്കൂളിൽ നിന്ന് റിപ്പോർട്ട് സമർപ്പിച്ചതായി പ്രധാന അധ്യാപകൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള പ്രവാസി സംഘം ദേശമംഗലം പഞ്ചായത്ത് സമ്മേളനം ദേശമംഗലം വായനശാല ഹാളിൽ സംഘടിപ്പിച്ചു. സംഘടന തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK
ഹക്ക് ഉദ്ഘാടനം ചെയ്തു. കൊച്ചു സംസ്ഥാനത്ത് നിന്ന് വേണ്ടത്ര രീതിയിലുള്ള വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെ ലഭിച്ച നമ്മുടെ അന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക സൗകര്യം ലഭിച്ച പോലെ തന്നെയായിരുന്നു 1960കളുടെ അവസാനത്തിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് എണ്ണഖനനം തുടങ്ങിയെന്നുള്ളൊരു വാർത്ത അറിഞ്ഞത്. ഒരുപക്ഷെ കേരളത്തിലുള്ള ഇന്ത്യക്കകത്തുള്ള പല സംസ്ഥാനങ്ങളും ഈ വാർത്ത പോലും പറഞ്ഞത് പിന്നീടെന്നെങ്കിലും ആയിരിക്കും. പക്ഷെ കേരളത്തിൽ ഈ വിവരം കൃത്യമായി ലഭിച്ചതിനെ തുടർന്ന് ഇവിടെ നിന്ന് ധാരാളം ആളുകൾ പശ്ചിമേഷ്യ രക്ഷപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോവുകയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതേ പശ്ചിമേഷ്യ കത്തുകയാണ്. നമുക്കറിയാം, ഇറാൻ എന്ന് ഓരോ ദിവസങ്ങൾ ചിലതൊരു കത്തി അമരുകയാണ്. അവിടെ ഇസ്രയേലിൻ്റെ കഴുകൻ വിമാനങ്ങളും മറ്റുമൊക്കെ ചീരിപ്പാഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിന്ന് പോകുന്നത് എന്നുള്ളത്. പ്രവാസി സംഘം ദേശമംഗലം വൈസ് പ്രസിഡന്റ് യൂസഫ് തച്ചോത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അലി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ് മുതിർന്ന 30 പ്രവാസി അംഗങ്ങൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി സാബിറ മുഖ്യാതിഥിയായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുശീല, ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗം പുഷ്പജ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ റിപ്പോർട്ട് ചേലക്കര ഏരിയ സെക്രട്ടറി എം ഹനീഫ അവതരിപ്പിച്ചു. നിരവധി പ്രവാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. പുതിയ പ്രസിഡന്റായി യൂസഫ്, സെക്രട്ടറിയായി അലി, ട്രഷറർ മധു എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാണിയംകുളം പഞ്ചായത്തിലെ വെള്ളിയാട്, അരിക്കത്ത്, മനപ്പടി നഗറിൽ അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പൂർത്തിയായി. 1 കോടി രൂപയുടെ വികസന പ്രവൃത്തികളാണ് ഇവിടെ നടപ്പാക്കിയത്. 2021-2022 വർഷത്തിലാണ് സർക്കാർ വാണിയംകുളം, വെള്ളിയാട്, അരിക്കത്ത്, മനപ്പടി നഗറിന്റെ സമഗ്ര വികസനത്തിനായി അംബേദ്കർ ഗ്രാമ വികസന പദ്ധതി പ്രകാരം 1 കോടി രൂപ അനുവദിച്ചത്. 31 വീടുകളുള്ള നഗറിൽ 28 വീടുകളിൽ ആവശ്യമായ പ്രവൃത്തികൾ നടത്തി. 3 വീടുകൾ ലൈഫിൽ ഉൾപ്പെട്ടതിനാൽ അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. വീടുകളിൽ ഡ്രസ് വർക്ക് ഉൾപ്പെടെ സമഗ്രമായ നവീകരണ പ്രവൃത്തികളാണ് നടത്തിയത്. നഗറിനു ചുറ്റുമുള്ള 3 റോഡുകളുടെ നിർമ്മാണം, സാംസ്കാരിക നിലയത്തിൽ വൈദ്യുതീകരണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും, അംഗൻവാടിക്ക് ചുറ്റുമതിൽ, കെട്ടിടത്തിന് ഡ്രസ് വർക്ക്, വാട്ടർ ടാങ്ക് സ്ഥാപിക്കൽ തുടങ്ങിയവയും നടത്തി. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡ് വെള്ളിയാട്, അരിക്കത്ത്, മനപ്പടി പ്രദേശം അംബേദ്കർ ഗ്രാമത്തിൻ്റെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 2021-22 സാമ്പത്തിക വർഷത്തിൽ തുടങ്ങിവെച്ച പദ്ധതി ഇപ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂർത്തീകരണം കഴിഞ്ഞിരിക്കുന്നു. അതിൽ 31 വീടുകളാണ് ആ ഒരു പ്രദേശത്തുള്ളത്. അതിൽ 3 വീടുകൾ ലൈഫിൽ ഉൾപ്പെട്ട വീടുകളാവുക കാരണം കൊണ്ട് അവരെ ആ പദ്ധതിയിൽ നിന്നും അവരുടെ താല്പര്യപ്രകാരം തന്നെ അവരുടെ അടുത്ത് നിന്ന് NOC വാങ്ങി അവരെ ആ പദ്ധതിയിൽ നിന്നും ഒഴിവായിട്ടുണ്ട്. ബാക്കിയുള്ള 28 വീടുകളാണ് ഇത്തരത്തിൽ ഈ ഒരു നവീകരണ പ്രവർത്തനമായി നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതിൽ 9 വീടുകൾ ഡ്രസ് വർക്ക് ചെയ്യുകയും മറ്റുള്ള വീടുകളിൽ പ്ലാസ്റ്ററിങ്, ചുമരും അതുപോലെ തന്നെ സീലിങ്ങും ടോപ്പ് സ്ലാബും പാരപ്പറ്റും ഉൾപ്പെടെ നമുക്ക് ആ ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കൂടാണ്ട് നമുക്ക് നിലവിലുണ്ടായിരുന്ന ഇടവഴികളൊക്കെ റോഡുകളാക്കി മാറ്റി ആ റോഡുകളെല്ലാം കോൺക്രീറ്റ് ചെയ്ത് വാഹനഗതാഗതം ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2023 മാർച്ച് 28-നാണ് പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചത്. പദ്ധതി പൂർത്തീകരണവും പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് പഞ്ചായത്ത് അംഗം സുജിത് പി രാജ് അറിയിച്ചു. 20-ന് വൈകിട്ട് 4 മണിക്ക് വെള്ളിയാട് ഉദയ ഗ്രാമീണ വായനശാല സാംസ്കാരിക നിലയത്തിലാണ് പരിപാടി. ചടങ്ങിൽ വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷത വഹിക്കും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 2025-26 വർഷത്തെ കുഴൽമന്ദം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസ് മുഖേന നടപ്പിലാക്കുന്ന ഭൂരഹിത പുനരധിവാസ പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമം സംഘടിപ്പിച്ചു. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. ലൈഫ് മിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെയാണ് പദ്ധതിയിൽ പരിഗണിക്കുന്നത്. പ്രസ്തുത പദ്ധതി പ്രകാരം 79 പേർക്കാണ് ഈ വർഷം ആനുകൂല്യം ലഭിക്കുന്നത്. 1 സെന്റ് ഭൂമിക്ക് 75,000 രൂപ പ്രകാരം കുറഞ്ഞത് 5 സെന്റ് ഭൂമിക്ക് 3,75,000 രൂപയാണ് നൽകുന്നത്. മഹാത്മാ അയ്യങ്കാളിയുടെ 84ാമത് ചരമദിനം അനുസ്മരണം ദളിത് കോൺഗ്രസ് പറളി ബ്ലോക്ക് കമ്മിറ്റിയുടെ പറളി കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ചു. മുൻ പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KM അബ്ദുൾ സത്താർ ഉദ്ഘാടനം ചെയ്തു. ദളിത് കോൺഗ്രസ് പറളി ബ്ലോക്ക് പ്രസിഡന്റ് KR ചന്തു അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് K വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. പറളി മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റ് MV വിജയകുമാരൻ, ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി VR വിജയദാസ്, MV അരവിന്ദാക്ഷൻ, VK ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്ത് അംഗം MV രമേശ് സ്വാഗതവും CB വിജയകുമാർ നന്ദിയും പറഞ്ഞു.
സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി വർഷത്തോടനുബന്ധിച്ച് കുഴൽമന്ദം BRCയുടെ തനത് പരിപാടിയായ കുട്ടിയെ അറിയാം രക്ഷാകർതൃ ശാക്തീകരണ പരിപാടി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കുഴൽമന്ദം BRCയുടെ നേതൃത്വത്തിൽ മാത്തൂർ PMR ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രശസ്ത പ്രഭാഷകൻ VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. മാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. AEO വിക്ടർ ഡേവിഡ് അധ്യക്ഷത വഹിച്ചു. ഹിമാചൽ പ്രദേശിൽ നടന്ന 7ാമത് നാഷണൽ മാസ്റ്റേഴ്സ് ഗെയിംസിൽ ഫുട്ബോളിൽ 1ാം സ്ഥാനവും 4x100 മീറ്റർ റിലേ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ടീം അംഗമായ കുഴൽമന്ദം BRCയിലെ കായികാധ്യാപിക PC അഖിലയെയും 2024-25 വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയ ഹസന ഫാത്തിമയെയും SSLC പരീക്ഷയിൽ സമ്പൂർണ്ണ A+ നേടിയ അക്ഷയ ശ്രമിതയെയും ചടങ്ങിൽ അനുമോദിച്ചു. വേങ്ങശ്ശേരി NSS ഹൈസ്കൂളിൽ വായനാ വാരാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനവും നടന്നു. സാഹിത്യകാരൻ AV ശശി സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വേങ്ങശ്ശേരി NSS ഹൈസ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് വായനാ വാരാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും നടത്തിയത്. സാഹിത്യകാരൻ AV ശശി സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. തിരിച്ചുപോയി. അദ്ദേഹം കോഴിക്കോടാണ് താമസിക്കുന്നത്. അപ്പോഴേക്കും ഈ രാഹുലന്റെ അച്ഛനും അമ്മയൊക്കെ കുന്നംകുളത്തേക്ക് ജോലി സ്ഥലം മാറി കിട്ടി കുന്നംകുളത്തേക്ക് താമസമാണ്. അപ്പൊ ഇദ്ദേഹം തൃശ്ശൂർക്കുള്ള യാത്രയിൽ കുറെ പുസ്തകങ്ങൾ, ഈ രാഹുലിന് പുസ്തകങ്ങളോട് വലിയ ആർത്തിയാണ്, നല്ല ഇഷ്ടമാണ് പുസ്തകങ്ങൾ, കുട്ടി പുസ്തകങ്ങൾ. അപ്പൊ വായിച്ചിങ്ങനെ കണ്ണി മറയ്ക്കും വായിച്ചിട്ട്. അപ്പൊ കുറെ പുസ്തകങ്ങൾ കൊടുത്തപ്പോ രാഹുൽ കുറെ എനിക്ക് കുറച്ച് സ്റ്റാമ്പ് ശേഖരണം, അതിന്റെ സ്റ്റാമ്പിന്റെ കളക്ഷൻ. ഹെഡ്മാസ്റ്റർ M ശശികുമാർ അധ്യക്ഷത വഹിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ B ധരേഷ്, K മുരളീകൃഷ്ണൻ, K അജിത് തമ്പാൻ എന്നിവർ സംസാരിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനവും AV ശശി നിർവഹിച്ചു. കുട്ടികളുടെ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ വിശ്വ യോഗ ദിനാചരണം 21-ന് ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. രാവിലെ 9-ന് ശാന്തിയാത്രയോടെയാണ് പരിപാടികൾ ആരംഭിക്കുക. 10-ന് പൊതുപരിപാടികൾ തുടങ്ങും. കലാപരിപാടികൾ, യോഗ പരിശീലനം, ബ്രഹ്മകുമാരി മീനയുടെ നേതൃത്വത്തിൽ വിശ്വശാന്തിക്കായുള്ള സമൂഹധ്യാനം, ആദരിക്കൽ ചടങ്ങ്, 101 വിശിഷ്ട കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഭദ്രദീപം തെളിയിക്കൽ എന്നിവ നടക്കും. റെയിൽവേ റിട്ടയർഡ് ലോക്കോ പൈലറ്റ് M ചന്ദ്രശേഖരന്റെ നിര്യാണത്തിൽ സെൻട്രൽ ഗവൺമെന്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ അനുശോചിച്ചു. അസോസിയേഷൻ ഷൊർണൂർ മഞ്ഞക്കാട് ഓഫീസിൽ അനുശോചന യോഗം ചേർന്നു. സെൻട്രൽ ഗവൺമെന്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ഷൊർണൂർ ഓഫീസ് സെക്രട്ടറിയായിരുന്നു അന്തരിച്ച M ചന്ദ്രശേഖരൻ. സർവീസിലിരിക്കെ AILRSA നേതാവായിരുന്നു. ഷൊർണൂർ മഞ്ഞക്കാട് ഓഫീസിൽ ചേർന്ന അനുശോചന യോഗത്തിൽ സംഘടനാ ഭാരവാഹികളായ C മധുസൂദനൻ, MB മോഹനചന്ദ്രൻ, PV ഗോപാലകൃഷ്ണൻ, KK കേശവൻ, K വേലായുധൻ, P ആറുമുഖൻ, M രാജഗോപാലൻ, N ലോഹിതാക്ഷൻ, MK രാമചന്ദ്രൻ, K ചന്ദ്രൻ എന്നിവർ സ്മരണാഞ്ജലി അർപ്പിച്ചു.
അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പങ്കുചേരുന്നുണ്ട്. ഞാൻ റിട്ടയർ ആവുന്നതിന് മുന്നേ തന്നെ ഈ ഓഫീസായിട്ട് ബന്ധമുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ മെമ്പറായിരുന്നു, അച്ഛന് ശേഷം അമ്മ മെമ്പറായിരുന്നു. അപ്പോൾ അമ്മയുടെ കൂടെ ഞാൻ വരും. അതുപോലെ തന്നെ അതുകൊണ്ടാണ് എന്നെ ഇതിലേക്ക് അടുപ്പിച്ചത്. ഈ ഇതിലേക്ക് ഞാൻ റിട്ടയറായി പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് ചേർന്നു. അപ്പോൾ സാധാരണേട്ടനും ചന്ദ്രേട്ടനും ഉണ്ട്. പിറ്റേ ദിവസം വന്ന് ചേർന്നു. ഇപ്പോൾ തന്നെ ചന്ദ്രേട്ടൻ ട്രെയിനിങ് തരാൻ തുടങ്ങി. അദ്ദേഹം ന്യൂസ് സെന്റർ ഷൊർണൂർ. മാറ്റൊലി. CPM RSS ബന്ധം കേവലം ആരോപണം മാത്രമല്ലെന്ന രീതിയിൽ CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയ പരാമർശം വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശത്തെ മുഖ്യമന്ത്രി തള്ളിപ്പറയുമ്പോഴും ജനങ്ങളിൽ സംശയം ബാക്കിയാകുന്നു. CPMന്റെ RSS വിരോധം പുകമറയോ? മാറ്റൊലിയിലേക്ക്. RSSുമായി മുൻകാലങ്ങളിൽ സഹകരിച്ചിട്ടുണ്ടെന്ന ഗോവിന്ദ മാസ്റ്റർ പ്രസ്താവന, ആ പ്രസ്താവന CPMന്റെ തന്നെ അണികൾക്കും ബുദ്ധിജീവികൾക്കും CPMന്റെ സാംസ്കാരിക നായകർക്കുമുള്ള മറുപടിയാണ്. അവരുടെ സംശയമാണ്, കാലാകാലങ്ങളായി നിലനിന്നിരുന്ന സംശയമാണ് ഗോവിന്ദ മാസ്റ്റർ ഈ പ്രസ്താവനയോടെ തീർത്തു കൊടുത്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവനയെ ന്യായീകരിക്കാത്തത്, ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യമുണ്ടെങ്കിലും ആ പ്രസ്താവനയെ ന്യായീകരിക്കാത്തത് നിലമ്പൂർ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ്. നിലമ്പൂർ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ ഇത്തരത്തിൽ പ്രതികരിച്ചപ്പോൾ അതിനെ ന്യായീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് ആ പ്രസ്താവനയെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ തള്ളിക്കളഞ്ഞിട്ടുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടൂരിൽ വീണ്ടും കാട്ടാന ആക്രമണം. പുലർച്ചെ വീടിന് പുറത്തിറങ്ങിയ ഗൃഹനാഥൻ കാട്ടാനയുടെ ചവിട്ടേറ്റു മരിച്ചു. കഴിഞ്ഞ 2 മാസത്തിനിടെ പ്രദേശത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 2 പേർ. ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ. സ്ഥലത്തെത്തിയ ജില്ലാ കലക്ടർക്കും MLAയ്ക്കും നേരെ നാട്ടുകാരുടെ രോഷപ്രകടനം. കൊലയാളി ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാൻ കുങ്കിയാനയെ എത്തിച്ച് വനം വകുപ്പ്. ഉള്ളൂർക്കര വാഴക്കോട് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാഴക്കൊമ്പൻ. ജനവാസ കേന്ദ്രത്തിലെത്തിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. CPMലും LDFലും ഏകോപനമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. MV ഗോവിന്ദനും ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയും തോന്നിയത് വിളിച്ചു പറയുന്നു. CPM RSS ബന്ധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമെന്നും VD സതീശൻ. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ ഏകദിന ഉപവാസം. മദ്യമൊഴുക്കി പണമുണ്ടാക്കാനുള്ള ജനദ്രോഹ നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് ഉപവാസവേദി. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മദ്യവിരുദ്ധ ജനകീയ മുന്നണി ചെയർമാൻ ബിഷപ്പ് ജോഷുവ ഇഗ്നാത്യോസ്. ഇസ്രയേലിന്റെ യുദ്ധവെറി ആരോപിച്ച് ഷൊർണൂരിൽ വ്യത്യസ്ത സംഘടനകളുടെ പ്രതിഷേധം. CPM നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ പൊതുയോഗം. ഇസ്രയേൽ തെമ്മാടി രാഷ്ട്രമെന്നാരോപിച്ച് SDPI. TN പണിക്കരുടെ സ്മരണയിൽ വായനാ ദിനം. വായനശാലകളിലും വിദ്യാലയങ്ങളിലും പ്രത്യേക പരിപാടികൾ. വിദ്യാഭ്യാസ വകുപ്പിന്റെ വായനാ വാരാചരണത്തിന് തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.